ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടാറ്റ നെക്സോൺ ഇന്ത്യയിലെ SUV വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. 2026 സാമ്പത്തിക വർഷത്തിൽ 2,16,054 യൂണിറ്റ് വിൽപ്പന നടത്തി ഹ്യുണ്ടായി ക്രിറ്റയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് നെക്സോൺ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ SUV സിംഹാസനം തിരിച്ചുപിടിച്ച ടാറ്റ നെക്സോൺ 2025-26 സാമ്പത്തിക വർഷം വിപണി കീഴടക്കിയ ടാറ്റ നെക്സോണിന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് വാഹന ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തെ വിൽപ്പന റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ മുൻവർഷത്തെ തിരിച്ചടികൾ പൂർണ്ണമായും മറികടന്ന ടാറ്റ നെക്സോൺ ഹ്യുണ്ടായി ക്രിറ്റയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആകെ 2,16,054 യൂണിറ്റ് നെക്സോണുകളാണ് വിറ്റഴിച്ചത്. 2025 സാമ്പത്തിക വർഷത്തിൽ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നെക്സോൺ ഇത്തവണ 32% അവിശ്വസനീയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഹ്യുണ്ടായി ക്രിറ്റയേക്കാൾ 15,000 യൂണിറ്റുകൾ അധികം വിറ്റഴിക്കാൻ ടാറ്റ നെക്സോണിന് സാധിച്ചുവെന്നതാണ് ശ്രദ്ധേയം. 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായി ക്രിറ്റയ്ക്ക് 2,01,921 യൂണിറ്റ് വിൽപ്പനയാണ് നേടാനായത്. മുൻ സാമ്പത്തിക വർഷത്തെ 1,04,871 യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രീറ്റയ്ക്ക് വെറും 4% വളർച്ച മാത്രമാണ് നേടാനായത്. അതേസമയം കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടാറ്റയുടെ തന്നെ എൻട്രി ലെവൽ SUV മോഡലായ പഞ്ച് 1,83,980 യൂണിറ്റുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മാരുതി സുസുക്കി ബ്രിസ 1,80,104 യൂണിറ്റുകളുമായി നാലാം സ്ഥാനത്തും മഹീന്ദ്ര സ്കോർപിയോ 1,78,800 യൂണിറ്റുകളുമായി അഞ്ചാം സ്ഥാനത്തുമുണ്ട്. ഇന്ത്യൻ വിപണി പൂർണ്ണമായും SUV കേന്ദ്രീകൃതമായി മാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി കാണാനാകുന്നത്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, റോഡ് പ്രസൻസ്, ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ നിർമ്മാണ രീതി എന്നിവയാണ് ഉപഭോക്താക്കളെ SUVകളിലേക്ക് ആകർഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഗുണകരമായ പുതിയ തീരുമാനവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. കുറഞ്ഞ നിരക്കിൽ വോയിസ് കോൾ, SMS സേവനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മൊബൈൽ റീചാർജ് പ്ലാനുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് ട്രായ്. രാജ്യത്തെ ടെലികോം ഓപ്പറേറ്റർമാർ കുറഞ്ഞ നിരക്കിൽ വോയിസ്, SMS സേവനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മൊബൈൽ റീചാർജ് പ്ലാനുകൾ നിർബന്ധമായി നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിൽ ഡേറ്റ ഉൾപ്പെടുത്തിയ പ്ലാനുകൾ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ ഇത്തരം വോയിസ് ഓൺലി പ്ലാനുകൾ ലഭ്യമാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭം ഉറപ്പാക്കും. 2012 ടെലികോം ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ട്രായ് ഈ തീരുമാനം നടപ്പിലാക്കിയത്. ഭേദഗതി പ്രകാരം എല്ലാ ടെലികോം സേവനദാതാക്കളും വോയിസ്, SMS സേവനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ പ്രത്യേക താരിഫ് വൗച്ചറുകൾ നിർബന്ധമായും അവതരിപ്പിക്കണം. ഈ വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഇടപെടലാണ് നിർണായകമായത്. ഡേറ്റാ സേവനങ്ങൾ ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾക്കും അതിനായി നിർബന്ധിതമായി പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. 2026 മാർച്ച് 11 ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ടെലികോം സഹമന്ത്രി അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മറുപടി നൽകിയിരുന്നു. തുടർന്ന് വിഷയത്തിൽ നടപടികൾ വേഗത്തിലാവുകയും ഇതിന്റെ ഭാഗമായി ട്രായ് നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കും കുറഞ്ഞ വരുമാനമുള്ളവർക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാംസങ് കമ്പനിയുടെ മെസ്സേജിംഗ് സേവനത്തിൽ വലിയ മാറ്റം വരുന്നു. വർഷങ്ങളായി ഉപയോഗത്തിലിരുന്ന സാംസങ് മെസ്സേജസ് ആപ്പ് 2026 ജൂലൈയിൽ പൂർണ്ണമായി നിർത്തലാക്കുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ ഉപയോക്താക്കൾ ഇനി ഗൂഗിൾ മെസ്സേജസ് ആപ്പിലേക്ക് മാറേണ്ടി വരും. പുതിയ സാംസങ് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഇതിനകം തന്നെ ഗൂഗിൾ മെസ്സേജസിനെ ഡീഫോൾട്ട് മെസ്സേജിംഗ് ആപ്പായി ഉൾപ്പെടുത്തിയാണ് പുറത്തിറങ്ങുന്നത്. ആൻഡ്രോയിഡ് 11 അല്ലെങ്കിൽ അതിനു താഴെയുള്ള പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഈ മാറ്റം ബാധകമാകില്ല എന്നതും ശ്രദ്ധേയമാണ്. സാംസങ് മെസ്സേജസിൽ നിന്നും ഗൂഗിൾ മെസ്സേജസിലേക്ക് മാറുന്നത് വളരെ ലളിതമാണ്. ഉപയോക്താക്കൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ മെസ്സേജസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡീഫോൾട്ട് SMS ആപ്പായി സെറ്റ് ചെയ്യുക മാത്രമാണ് വേണ്ടത്. സന്ദേശങ്ങളും കോണ്ടാക്റ്റുകളും നഷ്ടമാകാതെ സുരക്ഷിതമായി മാറ്റാനോ സിങ്ക് ചെയ്യാനോ കഴിയുമെന്ന് സാംസങ് ഉറപ്പു നൽകുന്നു. സാംസങ് സ്മാർട്ട് സ്വിച്ച്, ഗൂഗിൾ ഡ്രൈവ് എന്നിവയുടെ സഹായത്തോടെ ഡേറ്റ ബാക്കപ്പ് എടുക്കാനും പുനഃസ്ഥാപിക്കാനും സാധിക്കും. ഗാലക്സി സീരീസിലെ ഫോണുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയവയിൽ ഉടനീളം ഗൂഗിൾ മെസ്സേജസ് ഉപയോഗിക്കാം. സേവനം അവസാനിച്ചതിന് ശേഷം സാംസങ് മെസ്സേജസ് വഴി സാധാരണ സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കില്ല. അതേസമയം അടിയന്തര നമ്പറുകളിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ മാത്രം
ചില പരിമിത സൗകര്യങ്ങൾ തുടരാനിടയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.